ദുരിതമുഖത്തും കാമം കണ്ടെത്തുന്ന കഴുകന്മാരെ പേടിക്കേണ്ടത് ആരാണ്? കേരളം ഒന്നടങ്കം വയനാടിനെ നോക്കി കണ്ണീർ വാർക്കുമ്പോൾ ചിലർ മാത്രം സ്വാർത്ഥതയും അഹങ്കാരവും തലയ്ക്ക് പിടിച്ച് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അമ്മയും അച്ഛനുമില്ലാതെ നാവിൽ നിന്ന് മുലപ്പാൽ രുചി പോലും മാറാതെ കുഞ്ഞുങ്ങളെ നോക്കി കരച്ചിലടക്കി പിടിക്കുന്ന ബന്ധുക്കളും ഉറ്റവരും ഉടയവരും. അവരുടെ മുന്നിൽ എന്ത് ഈ കുഞ്ഞിനെ എന്ന ചോദ്യം തുടങ്ങുന്നതിന് മുന്നേ ആ സന്തോഷ വാർത്ത വന്നു. കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ എൻ്റെ ഭാര്യ അറിയുകയാണ്. ആ ഒരൊറ്റ തീരുമാനം എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. പിന്നീട് ഒന്നിനു പുറകെ ഒന്നായി സോഷ്യൽ മീഡിയയിലടക്കം ഒരുപാട് ദമ്പതികൾ സഹായഹസ്തവുമായി വന്നു. ചേർന്നു പിടിക്കലിൻ്റെ ഇത്തരം മനുഷ്യരുള്ള നമ്മുടെ നാട് എവിടെയും തോൽക്കില്ല എന്നാണ് പലരും പറയുന്നത്. ഇവരെ പോലുള്ളവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു ദുരന്തത്തിനും നമ്മെ തോൽപ്പിക്കാനാവില്ല. സമാനതകളില്ലാത്ത ഹൃദയം, ഐക്യം കേരളത്തിൻ്റെ കൈമുതൽ, കഷ്ടപ്പാടിൻ്റെ വേദനകളറിഞ്ഞ വാക്കുകൾ. ഇതാണ് കേരളം. നമുക്ക് അഭിമാനിക്കാം ഈ സഹോദരിയെയും സഹോദരനെയും കുറിച്ചോർത്ത് എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്ന കമൻറ്റുകൾ. പ്രളയത്തെ പോലും തോൽപ്പിക്കുന്ന ചേർത്തുവെപ്പ്. എന്നാൽ ആ പോസ്റ്റുകളിൽ കാമവർ കൊണ്ട് ചില കഴുകന്മാർ വന്നിട്ട കമൻറ്റ് ഏറ്റവും ദയനീയമാണ്. ഇത്തരം കമൻറ്റുകളായിരുന്നു പോസ്റ്റുകൾക്ക് താഴെ വന്നത്. എന്നാൽ മിനിറ്റുകൾക്കകം തന്നെ അവർക്ക് വേണ്ടത് മലയാളികൾ കൊടുത്തു. ഇനി ഒരിക്കലും ഒരു സ്ത്രീയെ മോശമായിട്ട് കാണാൻ കഴിയാത്ത വിധമാണ് കൈകാര്യം ചെയ്തു വിട്ടത്. കണ്ണൂരിൽ ഇതേപോലെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ മോശം കമന്റിട്ടയാളെ നാട്ടുകാർ വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു. കണ്ണൂർ പേരാവൂരിനടുത്ത് എടത്തൊട്ടിയിലാണ് സംഭവം നടന്നത്. കണ്ണൂരിൽ ജോലി ചെയ്യുന്ന ഇയാൾ ജോലി കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോഴായിരുന്നു ഒരു കൂട്ടം യുവാക്കൾ ഇയാളെ വളഞ്ഞിട്ട് തല്ലിയതിൽ തെറ്റില്ല, കാരണം കിട്ടണം, കുറച്ചുകൂടി കിട്ടണമെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിരുന്നത്. തീർന്നില്ല, പോലീസും ഇതിൽ ഇടപെട്ടു. കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകണമെന്ന പോസ്റ്റിന് താഴെ അശ്ലീല കമന്റിട്ട് ചെർപ്പുളശ്ശേരി സ്വദേശി അറസ്റ്റിലാവുകയും ചെയ്തു. സുകേഷ് പി മോഹനൻ എന്നയാളെയാണ് അറസ്റ്റിൽ ചെയ്തിരുന്നത്. സാമൂഹിക മാധ്യമങ്ങൾ വഴി സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. വയനാട് ദുരന്തത്തിൽ അമ്മമാർ മരിച്ച കുട്ടികൾക്ക് പാൽ കൊടുക്കാൻ സമ്മതം അറിയിച്ചുകൊണ്ട് യുവതിയിട്ട പോസ്റ്റിന് ലൈംഗിക ചുവയോടുകൂടിയ കമന്റ് പോസ്റ്റ് ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി തുടർന്നത്. ഇയാളുടെ പ്രവൃത്തി സ്ത്രീകളുടെ അഭിമാനത്തെ അപമാനിക്കുന്നതാണെന്നും പറഞ്ഞിരുന്നു. ദുരന്തമുഖത്തെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ സന്നദ്ധ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റിന് താഴെ നിരവധി അശ്ലീല കമന്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ ചോദ്യം, ഇവരുടെ മനസാക്ഷി മരവിച്ചു പോയോ എന്നാണ്. എവിടെയാണ് ജീവിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നും ഒന്ന് നോക്കാം. നമ്മളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് സമൂഹത്തിലേക്ക് ഇറക്കി വിടേണ്ടത്? എന്തായാലും ഇത്തരം കമന്റ് ഇട്ടവർ സോഷ്യൽ മീഡിയ വഴി രൂക്ഷ വിമർശനങ്ങൾ നേരിടുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോലീസിന്റെ കർശന നിരീക്ഷണവും തുടരുകയാണ്. ഇതിനിടയിലാണ് ഇത്തരം കമന്റുകൾ വരുന്നതും. വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയും സ്വീകരിക്കുന്നുണ്ട്. പ്രളയകാലത്തും പിന്നീടുണ്ടായ ഉരുൾപൊട്ടലുകളുടെ സമയങ്ങളിലുമെല്ലാം സഹജീവി സ്നേഹത്തിന്റെയും അപാരമായ ചേർത്തുപിടിക്കലിന്റെയും നിരവധി കാഴ്ചകൾ കേരളം കണ്ടു. പണവും ഭക്ഷണവും വസ്ത്രങ്ങളും മറ്റ് ആവശ്യ സാധനങ്ങളുമായി ഉള്ളതിൻ്റെ ഓഹരിയിൽ പലരും കൊടുത്തപ്പോൾ ഉപജീവന മാർഗത്തിൽ ഉള്ളതെല്ലാം പെറുക്കി കൊടുക്കുന്ന ഹൃദയഹാരിയായ നിമിഷങ്ങൾക്കും നമ്മൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കേരളം ഒന്നടങ്കം കൈകോർക്കുന്നത്. ഇതിനിടയിലാണ് ഈ കഴുകന്മാർ വന്നത്. എന്നാൽ കേരളം അവരെ വെറുതെ വിടില്ല.